ആസ് യൂഷ്വൽ നമുക്ക് ഇന്നത്തെ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. എന്താണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ അവരുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് കാണുന്നു എന്നാണ് അവർ നിങ്ങളോട് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ പ്രതി അവർ റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു മേജർ ഏജ് ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെ പ്രതി അവർ പ്രൊട്ടക്റ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായി ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും ഒരു പ്രപ്പോസൽ ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി അത് ഡെവിൾ കാർഡാണ്, ഞാൻ കാണിക്കുന്നില്ല. ഇതാ ഡെവിൾ കാർഡാണ് കേട്ടോ. നിങ്ങളെ പ്രതി അവർ ഒബ്സെസ്ഡ് ആണ് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തോട്ട്സ് അവർക്ക് നിർത്താൻ സാധിക്കുന്നില്ല എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒന്ന് പിണങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വാട്സാപ്പ് അതേപോലെ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ഒക്കെ അവർ വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മെസ്സേജിനായി അവർ കാത്തിരിക്കുന്നു എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് അവരുടെ സ്നേഹത്തെ കാണിക്കുന്നു. ചിലരെങ്കിലും ഒരു കൺഫ്യൂഷനിൽ പെട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഇവർക്ക് കോമ്പറ്റീഷനായിട്ട് വേറെ ആരോ ഉണ്ട് എന്നും ഇവർക്ക് തോന്നുന്നുണ്ട് എന്നിവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു പ്രപ്പോസലൊക്കെ ആയിട്ട് അവർ വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളോട് സ്നേഹത്തോടൊപ്പം ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഇവർ തോന്നുന്നുണ്ട് എന്ന് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ തന്നെയാണ് ഇവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഇവർ നിങ്ങളെ ഫുൾ ടൈം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുമുണ്ട്. വൺ ലാസ്റ്റ് കാർഡ്, നിങ്ങൾ അവരുടെ സ്റ്റാർ കാർഡാണ്. നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നിവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളല്ലാതെ അവർക്ക് വേറൊന്നും വേണ്ട എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 6 ഓഫ് കപ്സ് ആണ്. അതാണ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൂമെൻറ്റ്സ് ഇവർക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല. ഇവർ ആ ഓർമ്മകളിൽ തന്നെയാണ് ദിവസം തള്ളി നീക്കുന്നത് എന്നാണ് ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ.